യഥാർത്ഥ മാനേജ്മെന്റിന് പരാജയത്തെ സമ്മിറ്റിന്റെ മുഴുവൻ ഉദ്ദേശ ലക്ഷ്യങ്ങളെയും തകർത്തത് ഗവൺമെന്റുകളുടെ മിസ്മാനേജ്മെന്റുമാണ്. ഇന്ത്യയുടെ ഇമേജിന് കോട്ടം തട്ടിയത് എപ്പോഴാ? ഇൻഡിജിനസ് ആയിട്ടുള്ള ഇന്ത്യയുടെ വലിയ നേട്ടങ്ങളെ ഷോക്കേസ് ചെയ്യേണ്ട സ്ഥലത്ത് ചൈനീസ് റോബോട്ട് അവിടെ കൊണ്ടുവന്ന് പ്രദർശനം നടത്തി കയ്യടി വാങ്ങാൻ നോക്കുകയല്ലേ. അത്തരം ഇൻസിഡൻസ് അല്ലേ വെള്ളത്തിനും യാത്രക്കും ഉൾപ്പെടെ പ്രശ്നങ്ങൾ, അവിടുത്തെ ലാപ്ടോപ്പ് വരെ മോഷണം പോകുന്ന അവസ്ഥ. അപ്പൊ അതിന്റെ മിസ്മാനേജ്മെന്റ് ആണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് അപമാനമുണ്ടാക്കിയത്. അതിനെ മറച്ചു പിടിക്കാൻ വേണ്ടി ജനാധിപത്യ രീതിയിൽ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ആളുകളെ ഇങ്ങനെ വേട്ടയാടാൻ തീരുമാനിക്കുന്നത് അത് ഫർദർ ഇന്ത്യയുടെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ജനാധിപത്യ ശബ്ദത്തെ വീക്കൻ ചെയ്യുന്നതാണ്. ചെറുപ്പക്കാർക്ക് വേണ്ടിയാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അവരുടെ ഒരു ജനാധിപത്യ പ്രതിഷേധത്തെ, പീസ്ഫുൾ പ്രൊട്ടസ്റ്റിനെ അതല്ലല്ലോ ശരിക്കും നാണക്കേടുണ്ടാക്കിയത്. ഇവർ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നത് ഇവരുടെ മിസ്മാനേജ്മെന്റ് ചർച്ച ചെയ്യപ്പെടുമെന്നാണ്. ഇന്ന് രാഹുൽ ഗാന്ധി, കാർഗേജി ഉൾപ്പെടെയുള്ള ആളുകൾ ഭോപ്പാലിൽ ഇന്ത്യ അമേരിക്ക ഡീലിനെ സംബന്ധിച്ച് ഒരു വലിയ മാസ് റാലി നടത്തുമ്പോൾ അതിൽ നിന്ന് വിഷയം ഡൈവേർട്ട് ചെയ്യണം. ഇവരുടെ പരാജയങ്ങൾ ചർച്ചയാവരുത്. ഇന്ത്യ ഏറ്റവും കൂടുതൽ വീക്കായത് എപ്പോഴാണ്? ഇന്ത്യ വീക്കാവുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്നത് ഐ ഡോണ്ട് വാണ്ട് ടു ഡെസ്ട്രോയ് ഹിസ് പൊളിറ്റിക്കൽ കരിയർ, അത് ഡിസ്ട്രോയ് ചെയ്യാനുള്ള എന്തോ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടോ എന്ന് വേണ്ടാന്ന് പറയുമ്പോൾ പോലും പ്രതികരിക്കാതെ വീക്കായി നിൽക്കുന്ന രാജ്യത്തിന്റെ ഭരണ നേതൃത്വം, അവരാണ് ഇന്ത്യ നാണം കെടുത്തുന്നത്. അല്ലാതെ ഒരു ജനാധിപത്യ പ്രതിഷേധം നടത്തുന്ന യൂത്ത് കോൺഗ്രസ് അല്ല, അതിന് നേതൃത്വം കൊടുക്കുന്ന ഉദയഭാനു ചിബ് അല്ല. ആ സംഭവ സ്ഥലത്ത് പോലും ഇല്ലാതിരുന്ന ഉദയഭാനു ചിബിനെ ഇങ്ങനെ കൊണ്ടുപോയി ഡീറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ ഡിറ്റൻഷന്റെ അർത്ഥം എന്താ? ജനാധിപത്യ പ്രതിഷേധങ്ങളെ, ശബ്ദങ്ങളെ മുഴുവൻ ഇവർ ഭയപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മെച്യൂരിറ്റി ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ ഉണ്ടാക്കിയ പേര് ജനാധിപത്യ ബോധത്തിന്റെ പേരിലാണ്. അതിനെ കൂടെ വീണ്ടും നാണം കെടുത്തുന്ന നടപടികളുടെയാണ് ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ? അല്ല, അത് ഇവിടെ തീർത്തിട്ട് കാര്യമുണ്ടോ? ട്രംപിന്റെ മുമ്പിൽ നിരന്തരം കീഴടങ്ങുകയല്ലേ. ഇവിടെ ഒരു ജനാധിപത്യ പ്രതിഷേധം നടത്തുമ്പോൾ അതിനെതിരെ വലിയ മൈറ്റും ഫോഴ്സും കാണിച്ചിട്ട് കാര്യമില്ല. ഞങ്ങളെ നയിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. ഇതിന്റെ പിന്നിലൊന്നും ഭയപ്പെടാൻ ഉദയഭാനു ചിബോ, യൂത്ത് കോൺഗ്രസോ, രാജ്യത്തെ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോ തയ്യാറാവില്ല. കോടതി തീരുമാനങ്ങൾക്ക് ഞങ്ങളും വെയിറ്റ് ചെയ്യുന്ന അന്യായമായ തടങ്കലാണ്, തീർത്തും അന്യായമായ തടങ്കൽ. അവിടുത്തെ ഒരു പ്രതിഷേധത്തിന്റെ പേരിൽ ഇന്ത്യയുടെ ഒരു ഇമേജിനും കോട്ടം തട്ടിയിട്ടില്ല. അതൊരു ജനാധിപത്യ പ്രതിഷേധം. ലോകരാജ്യങ്ങളിലെ വലിയ സമ്മിറ്റുകൾ, വലിയ ഇവന്റുകൾക്കൊക്കെ നമ്മൾ വലിയ പ്രതിഷേധങ്ങൾ കണ്ടിട്ടില്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.